നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ്, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ ഓരോ റീഡിങ്സുകളും ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ റെസനേറ്റായി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഞാൻ ഓരോ റീഡിങ്സുകളും നൽകുന്നത്. നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥനയോടെയും സമർപ്പണ ബോധത്തോടും കൂടിയാണോ, എത്രത്തോളം വിശ്വാസത്തോടു കൂടിയാണ് ഈ റീഡിങ്സ് കാണുന്നത്, അത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകത്തുള്ള ഓരോ പോസിറ്റീവായ കാര്യങ്ങളും കണക്റ്റായി വരികയും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവാകുന്ന തോട്ട്സുകളെയും നിങ്ങളിലെ നെഗറ്റീവാകുന്ന എനർജികളെയും തീർച്ചയായിട്ടും ഹീലാക്കി കളയുകയും നിങ്ങൾക്കൊരു സ്ട്രോങ് ആയ, അതായത് ഒരു നല്ല പോസിറ്റീവായ ഒരു ഡിസിഷൻ എടുക്കാൻ പാകത്തിന് നിങ്ങളെ മാറ്റിയെടുത്തിരിക്കുമെന്നത് 100% ഉറപ്പാണ്. അപ്പം നിങ്ങൾക്കിത് വിശ്വാസമില്ല എങ്കിൽ, ടാറോ റീഡിങ്സിൽ ഇപ്പം ഞാൻ വായിക്കുന്ന ഈ ഒരു എനർജി നിങ്ങൾക്ക് കണക്റ്റ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നെഗറ്റീവ് കർമ്മ ചെയ്യാൻ, അതായത് ഒരു ബാഡ് കർമ്മ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റീഡിങ്സിനെ കണക്റ്റ് ചെയ്യാതെ സ്കിപ്പ് ചെയ്തു പോവുക. കാരണം നിങ്ങളിലേക്ക് എത്തേണ്ട ഇൻഫർമേഷൻസുകൾ തീർച്ചയായിട്ടും അത് നിങ്ങളെ തേടി വന്നിരിക്കും എന്നത് 100% ഉറപ്പാണ്. നമ്മൾ എത്രത്തോളം വിശാലമാകുന്ന ഹൃദയത്തോടു കൂടിയും പരിശുദ്ധമാകുന്ന ചിന്തകളോടു കൂടിയും നിൽക്കുന്നുവോ അത്രത്തോളം പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളെ തേടി വരുമെന്ന് ചിന്തിക്കുക. പിന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും മണി ബ്ലോക്കേജിൽ നിന്നും രക്ഷപ്പെടാനും നെഗറ്റീവാകുന്ന, അതായത് കണ്ണേറ്, നാവുദോഷം, ശാപദോഷം, അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവാകുന്ന എനർജികൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹീലായി പോകാനും വേണ്ടിയിട്ട് മാത്രമുള്ള പ്രാർത്ഥനയാണ്. വെറുമൊരു പ്രാർത്ഥന മാത്രമാണ് ആ ഒരു വരാഹി ദേവിയുടെ മന്ത്രം ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും 2-3 പ്രാവശ്യമോ 21 പ്രാവശ്യമോ 108 പ്രാവശ്യമോ 308 പ്രാവശ്യമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ടൈമിൽ 8 മണി, രാത്രി 8 മണിക്ക് ശേഷം മാത്രം അതൊന്ന് ചൊല്ലുക. വേറെ ആഴത്തിലൊന്നും ഒരു കാര്യത്തെയും കണക്റ്റ് ചെയ്യേണ്ട, ചൊല്ലുക. അതുപോലെ മണി അഫർമേഷൻസ് 24 hours എപ്പോഴൊക്കെ പറയാൻ പറ്റുന്നോ അപ്പോഴെല്ലാം പറയുക. തീർച്ചയായിട്ടും പണത്തെക്കുറിച്ചും അത് നേടിയെടുക്കുന്നതിനെക്കുറിച്ചും മാത്രം ചിന്തിക്കുക. കടം ഇത്ര ലക്ഷം രൂപയുണ്ട്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള നെഗറ്റീവാകുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ, 2 ലക്ഷം രൂപ കടമുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് 2 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കും, 2 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കുമെന്ന് പവർഫുള്ളായിട്ട് ചിന്തിക്കണം. ഈ മാസം ഞാൻ ഇത്ര ഏണിങ് ചെയ്യും, ഇന്ന കാര്യങ്ങൾ ഞാൻ നേടും എന്ന് മാത്രം ഉച്ചരിക്കുക. നെഗറ്റീവാകുന്ന എല്ലാ വേർഡ്സുകളെയും നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റുക. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, നിങ്ങളൊരു മാസം അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ, നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും പോസിറ്റീവാകുന്ന കാര്യങ്ങൾ വന്നു ചേരുകയും നെഗറ്റീവാകുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോവുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഈ കടം അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്, എനിക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എങ്കിലും ഞാൻ പറയാം, അതിങ്ങനെ നമ്മൾ ഉപയോഗിക്കും തോറും അതിൻ്റെ ആ ഒരു എഫക്റ്റ്, അതായത് ആ വ്യക്തിയെ സ്വതന്ത്രമാക്കണമെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം, അത് വീണ്ടും നമ്മളിലേക്ക് വരും, വീണ്ടും കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്യും. അത് വീണ്ടും നമ്മളെ ആ ഒരു നെഗറ്റീവിലേക്ക് വിടുമെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒരുപാട് ടൈം പോകുന്നല്ലേ നമ്മൾ വർത്തമാനം പറഞ്ഞ്. നമുക്ക് റീഡിങ്സ് നോക്കാം കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മളിലേക്ക് വരാൻ പോകുന്ന, അതായത് നിങ്ങൾക്ക് വരാൻ പോകുന്ന എന്തൊക്കെയാണ്, നിങ്ങളിൽ സംഭവിക്കുന്ന ഈ ഡിവൈൻ്റെ അനുഗ്രഹത്താൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത്
എയ്റ്റ് ഓഫ് കപ്സ് ആണ് കേട്ടോ. നിങ്ങൾ ഇന്നത്തെ ദിവസം ഏതൊക്കെയോ കുറേ കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ തീരുമാനിക്കുന്നു. ചിലപ്പോൾ ഒരു മെച്യൂരിറ്റിയോട് കൂടി തന്നെ ആയിരിക്കാം നിങ്ങൾ ചില സാഹചര്യങ്ങളെ കളയാൻ തീരുമാനിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ചിലപ്പോൾ ഈ പാസ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ കിടന്ന ചില ഇമോഷൻസുകളെ ആവാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുതൽ പൂർണ്ണമായും ഹീലാക്കി കളയാൻ സാധിക്കുന്ന ഒരു എനർജി വന്നിരിക്കുന്നു. ചില കാര്യങ്ങളെ, ചില ഓർമ്മകളെയൊക്കെ നിങ്ങൾ ഇന്ന് വിഡ്രോവൽ ചെയ്യുന്ന, അതിനെല്ലാം വിട്ടുകളയുന്ന, ഉപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മൈൻഡ്, ഒരു സോൾ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഇന്ന് കണക്റ്റഡ് ആകുന്നു. അതായത് പഴയ ചില കാര്യങ്ങളുടെ ഓർമ്മകളുമായിട്ട് ലൈഫിനെ നിങ്ങൾ ബന്ധനത്തിലാക്കി ഇട്ടിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര കണക്റ്റ് ചെയ്യാൻ നോക്കിയിട്ടും നടക്കാത്ത ചില കാര്യങ്ങളെയെല്ലാം നിങ്ങൾ വിട്ടുകളയുന്നു. ചില വ്യക്തികളുടെ ഓർമ്മകൾ, ചില കൺട്രോളിങ്, നിങ്ങളുടെ മേൽ നടത്തിയ ആധിപത്യം, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പെയിനായിട്ട് കിടന്ന ചില കാര്യങ്ങളെയെല്ലാം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മുതൽ ഹീലാക്കി കളയാൻ കഴിയുന്നു. അല്ലെങ്കിൽ ആ ഒരു നിന്നിരുന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഏതോ ഒരു സിറ്റുവേഷൻസിൽ ഏതോ ഒരു പേഴ്സണിൻ്റെ അധീനതയിൽ, ഓവർ കൺട്രോളിങ്ങിൽ വളരെയധികം ഒരു വുമൺ എനർജി ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നേരെ വളരെ ശക്തമായിട്ടും ഓർഡർ ഇടുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് നിന്നിരുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഇന്ന് വിട്ടുകളയുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അതൊരു ഫാമിലി ലൈഫാവാം, ഭാര്യഭർത്തൃ ബന്ധമാവാം, നിങ്ങൾക്ക് മേൽ ഒരുപാട് കൺട്രോളിങ് നടത്തിയിരുന്ന, നിങ്ങളെ ഒരുപാട് പെയിൻഫുള്ളാക്കിയിരുന്ന, നിങ്ങളെ ഇമോഷണലി യാതൊരു രീതിയിലും ഒരു പോസിറ്റീവ് നൽകാതിരുന്ന, എന്നാൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ചേർത്ത് പിടിച്ച ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഇന്ന് ഹീലാക്കി കളയാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യത്തിൽ നിന്നും വിട്ടുപോകാൻ നിങ്ങൾക്കിന്ന് സാധിക്കുന്നു. അതിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് കളയാൻ സാധിക്കുന്നു. അത് നിങ്ങൾ പോകുന്നത്, ആ നിൽക്കുന്ന, നിങ്ങൾ എവിടെയാണോ കിടന്ന് മാനസികമായിട്ടും സ്ട്രഗിളിങ് അനുഭവിച്ച, ശാരീരികമായി സ്ട്രഗിളിങ് അനുഭവിച്ച ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകുക എന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ തീരുമാനമാണ്. ആ സിറ്റുവേഷൻസ് എപ്പോഴും നിങ്ങളെ ഇമോഷണലി ഡൗൺ ആക്കി കളയുകയും നിങ്ങൾക്ക് നിരാശ മാത്രം ലഭിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോകുകയാണെങ്കിൽ, ഉറച്ച തീരുമാനത്തോടു കൂടി അതിനെ വിട്ടുകളയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്നത് വലിയ ബ്ലെസ്സിങ്സ് ആണ്. സെൽഫായിട്ട് നിങ്ങൾക്ക് ഒരൊറ്റക്കാലിൽ നിൽക്കാൻ, നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ വാല്യൂ എന്താണെന്നും തിരിച്ചറിയാനോടി സാധിക്കുമെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് കരിയറിലായിക്കോട്ടെ, ഒരു പാർട്ട്ണർഷിപ്പ്, ബിസിനസ് ആയിക്കോട്ടെ, പാസ്റ്റിൽ ഒരു ഇമോഷൻസ് ആയിക്കോട്ടെ, നിങ്ങൾ എവിടെയാണോ പെട്ടു നിൽക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിട്ടുകളയുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ലൊരു സ്ട്രഗിളിങ് എനർജി, ഒരുപാട് സ്ട്രഗിളിങ്, ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്ത ചില വ്യക്തികളുടെ എനർജി, കുറേ നാളുകളായിട്ട് ചിലപ്പോൾ സെൽഫായിട്ടൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന, ഒരു സംരംഭം തുടങ്ങി വെച്ച് അതിനകത്തൊരു വലിയ വിജയം പ്രതീക്ഷിച്ച് തുടങ്ങി വെച്ചിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന അബണ്ടൻസ്, ഒരു വെൽത്ത് എനർജി ഇന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ് എനർജിയിലൂടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ് ആവാം, അതല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണോ വളരെ ശക്തമായിട്ട് ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് സ്ട്രഗിളിങ് ചെയ്തത്, അതിനകത്ത് ചില പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് കൺട്രോളിങ് ചെയ്യാനും സാധിക്കും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിന്, അല്ലെ മോടി പിടിപ്പിക്കാൻ പാകത്തിന്, പോസിറ്റീവാക്കി നിർത്താൻ പാകത്തിനുള്ള ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ്, ഒരു ഗ്രോത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വലിയൊരു സക്സസ് പോലെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണുന്ന, ഒരു സെൽഫ് ഡിസിപ്ലിനൊക്കെ ഇന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു ദിവസം, അതല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ഒന്ന് കൺട്രോളിങ് ചെയ്യാൻ, മാനേജിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഇന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നു. അതൊരു ലോങ് ടൈം സക്സസ് ആണെന്ന് മനസ്സിലാക്കുക. ഒരു വെൽത്ത് എനർജി, ഒരു പോസിറ്റീവ് ആകുന്ന ഒരു വെൽത്ത് എനർജി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി ആണെങ്കിലും ഒരു യാത്രയെയും, അതല്ലെങ്കിൽ ഒരുമിച്ച് ചില സിറ്റുവേഷൻസിലൊക്കെ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഓവർ
ഓവർകം ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ ഒരു ഹീലിംഗ് എനർജി, ഒരു സമാധാനപരമാകുന്ന രീതിയിൽ ചില സിറ്റുവേഷൻസുകൾ, പ്രശ്നങ്ങൾ, ഇമോഷണൽ പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ തരണം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് ചില സിറ്റുവേഷൻസിൽ നിന്നും എസ്കേപ്പ് ആവേണ്ടതായി, അതായത് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് കടന്നു പോകേണ്ട ചില സിറ്റുവേഷൻസും ഒരു ട്രാവലിംഗ് പോലുള്ള ചില സിറ്റുവേഷൻസൊക്കെ ഇന്ന് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നതാണ്, നിങ്ങൾ അറിഞ്ഞ് തന്നെ നിങ്ങൾ ചെറിയ ആക്ഷൻ എടുക്കുന്നു നിങ്ങളുടെ ലൈഫിൽ. അത് ഉറച്ച തീരുമാനമാണ് നിങ്ങളുടേത്. വളരെയധികം നിങ്ങൾ ബർഡനും കാര്യങ്ങളും ഫൈറ്റിങ്ങും എല്ലാം നടത്തിയിട്ട് അവസാനം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ഒന്നെങ്കിൽ പിന്മാറുന്നു, അതല്ലെങ്കിൽ എസ്കേപ്പ് ആവുന്നു. അതായത് മറ്റാരോടും പറയാത്ത വിധം നിങ്ങൾ മാറിക്കളയുന്നു. അതൊരു ട്രാവലിങ്ങിലൂടെ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇമോഷണൽ പരമാകുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ജസ്റ്റിസ് വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആളുകൾ ചിലപ്പോൾ ഈ ലീഗൽ പരമായിട്ടാണെങ്കിലും ജീവിത സിറ്റുവേഷൻസിലാണെങ്കിലും ചില കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണെങ്കിലും, അതല്ല എങ്കിൽ ചില കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പ്, ഒരു പൂർണ്ണത വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇമോഷണൽ പരമാകുന്ന ഒരു ജസ്റ്റിസ്, ഒരു മെച്യൂരിറ്റിയോടുകൂടി ചില കാര്യങ്ങളെ കാണാനും അതിന് നല്ലൊരു തീരുമാനം എടുക്കാനും നിങ്ങൾക്ക് പറ്റും. അതായത് ബുദ്ധിപൂർവ്വം ഇന്ന് നിങ്ങൾ നിയമപരമാകുന്ന ചില കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഫോക്കസിങ് എനർജി, അതായത് ഒരു പുതിയ തുടക്കത്തിന് കാരണമാകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതായത് ഫിനാൻഷ്യൽ സംബന്ധമായിക്കോട്ടെ എന്താണെങ്കിലും ഇന്ന് ലീഗൽ പരമായും ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചില എല്ലാ വ്യക്തികൾക്കും നമുക്കൊരു ഗുഡ് ന്യൂസ് എനർജി, നിങ്ങൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു ഫ്യൂച്ചർ സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു പൂർണ്ണമായും ഒരു ഫൗണ്ടേഷൻ, ഒരു നല്ല രീതിയിൽ സ്ട്രോങ് ആയൊരു ഫൗണ്ടേഷൻ ഇട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ലീഗൽ പരമാകുന്ന കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾക്കുണ്ടാവുന്നു എന്ന് കാണുന്നു. അതായത് ഒരു ഗുഡ് ന്യൂസ് ഇന്ന് നിങ്ങൾക്ക് വരുന്നു, നിങ്ങളെ തേടി വരുന്നു. ചിലപ്പോൾ നിങ്ങൾ കുറേ നാളുകൾ കൊണ്ട് വെയിറ്റിംഗ് ചെയ്തിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാവാം, ഫിനാൻഷ്യലി ആവാം, അതല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റിംഗ്, നിങ്ങൾ ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം. എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങളെ ബാലൻസ് ചെയ്യാനും ചില കാര്യങ്ങളിൽ നല്ലൊരു തീരുമാനം, ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കാനും 100% സാധ്യതയുണ്ട്. നിങ്ങൾ ഇമോഷണലി നല്ലൊരു മെച്യൂരിറ്റിയോടുകൂടി, പക്വതയോടുകൂടി കാര്യങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മജീഷ്യനാണ് വന്നിരിക്കുന്നത്. ഒരു ബാഡ് കർമ്മ, നിങ്ങൾ കുറേ നാളുകൾ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെയിൻഫുള്ളാകുന്ന ഒരു സിറ്റുവേഷൻസിനെ നേരിടുന്നുണ്ടായിരുന്നെങ്കിൽ, ഒരു തകർച്ചയിൽ നിങ്ങൾ നിന്നെങ്കിൽ, ചില വ്യക്തികളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വന്നിരുന്നു എങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളൊരു തകർച്ച എനർജിയിലാണ് നിന്നിരുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു ഉറക്കം നഷ്ടപ്പെട്ട ചില സാഹചര്യങ്ങളുണ്ടായ ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ് കാണുന്നത്. സ്ട്രോങ് ആയിട്ട് ഉയർത്തെഴുന്നേറ്റു. അത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും അബണ്ടൻസ് എത്തിച്ചു തരുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ സ്ട്രെസ് അനുഭവിച്ചത്, എവിടെയാണോ നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടത്, ഏത് രീതിയിലൊക്കെയാണോ നിങ്ങൾ വളരെയധികം ലോസ് അനുഭവിച്ചതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ഷോക്ക് ഉണ്ടായതും എല്ലാമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഇന്നൊരു ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളെ തേടി വേറെയും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് ഇമോഷണൽ പരമായിട്ടാണെങ്കിൽ പോലും. പക്ഷെ നിങ്ങൾ എല്ലാത്തിനെയും നിങ്ങൾ ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. ഒന്നിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഇഗ്നോർ ചെയ്യുന്ന ഒരു എനർജിയിലെത്തി. അതായത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തീരുമാനിക്കാനും ഒരു മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ കാണാനും വിജയത്തെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾ ഇന്ന് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫാദർ എനർജി വളരെ ശക്തമായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. ഒരു ഫാദറിൻ്റെ പൂർണ്ണമാകുന്ന സപ്പോർട്ടിങ് എനർജി, അതല്ലെങ്കിൽ ഒരു മെയിൽ എനർജി നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രൊട്ടക്ഷൻ, ലോസിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ സൗഹൃദ ബന്ധങ്ങളിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി, ഒരു പ്രൊട്ടക്ഷൻ എനർജി, ഒരു ഹാപ്പിനെസ് ഒക്കെ ഇന്ന് സുഹൃത്തുക്കളോട് ചേർന്ന് വരെ കാണുന്നു. അത് നിങ്ങൾക്ക് വല്ലാത്ത ഒരു കെയറിങ് ലഭിക്കുന്ന ഒരു ഫീലിങ്സ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കുറേ വ്യക്തികളിൽ മൂൺ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു
സ്റ്റക്കായ എനർജി, നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷൻസിൽ ഒരു ലക്ഷ്യം വെച്ച് ഫോക്കസിങ് ചെയ്തിട്ട് ആ ഒരു ഫോക്കസിങ്ങിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് ഒരു ന്യൂ പാത്തായിരിക്കാം, പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കോഴ്സായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഫിനാൻഷ്യലി നിങ്ങളൊരു പുതിയ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അതിൽ നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്യേണ്ടി വരും, നല്ല രീതിയിൽ സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരും. കാരണം ഒരു മൂൺ എനർജി ഇന്ന് നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്ന് തുടങ്ങി വെക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ആലോചിച്ച് ഇന്നത്തെ ദിവസം അത് പോസിറ്റീവാണോ എന്ന് മനസ്സിലാക്കി മാത്രം പോവുക. അതുപോലെ തന്നെ ഒരു എയർ ട്രാവലിംഗ് എനർജിയൊക്കെ നിങ്ങളിൽ വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം ആ ഒരു മൂൺ എനർജി കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ സംബന്ധമായ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നവരാണെങ്കിൽ അതും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എയർ ട്രാവലിംഗ് എനർജിക്ക് ഇന്ന് എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന വ്യക്തികളും ഒന്ന് ശരിക്കും നല്ല പോലെ ഒന്ന് മാതാവിനെ പ്രെയർ ചെയ്യുക. അത് നിങ്ങളുടെ ഏത് മതവിശ്വാസത്തിലുള്ളതാണോ, ദേവിയാണെങ്കിലും മാതാവിനെ ആണെങ്കിലും അമ്മയെ ആണെങ്കിലും വളരെ ശക്തമായിട്ട് പ്രെയർ ചെയ്യണം. മൂൺ എനർജി വളരെ നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പുതിയതായിട്ട് ഫിനാൻഷ്യൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നവർക്കും എയർ ട്രാവലിംഗ് എനർജിക്ക് നിൽക്കുന്നവർക്കുമാണ് ആ ഒരു ചിലപ്പോൾ ഒരു ഉത്കണ്ഠ, ഒരു ഭയത്തെയൊക്കെ നേരിടേണ്ടി വരാം. ചിലപ്പോൾ ഒരു ചീറ്റിംഗ് എനർജി നേരിടേണ്ടി വരാം യാത്രകൾക്കാണെങ്കിലും. പിന്നീട് ആ ഒരു കൊടുത്ത ഫിനാൻസ് തിരിച്ച് ലഭിക്കാനൊക്കെ ആണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇന്നത്തെ ആ ഒരു ദിവസം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അതായത് നമുക്ക് ആ ഒരു ഊർജ്ജത്തിൻ്റെ ഒരു ഡിഫറൻസാണ് നമ്മളും ആ ഒരു വ്യക്തികളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസുമായിട്ട് വരുന്ന ഒരു ഊർജ്ജത്തിൻ്റെ ഡിഫറൻസാണ് അങ്ങനെ നമുക്കൊരു എനർജി കണക്റ്റഡ് ആയിട്ട് വരാൻ കാരണം കേട്ടോ. പിന്നെ ഇന്ന് കരിയർ പരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും ഫാമിലി പരമാകുന്ന കാര്യങ്ങളിലാണെങ്കിലും ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് പേരൻസുമായിട്ട്, അതായത് മദർ ഫാദർ എനർജി വളരെ ശക്തമായിട്ട് ഈ ഒരു റീഡിങ്സിൽ വളരെ ഊർജ്ജസ്വലമായിട്ട് നിൽക്കുന്നുണ്ട്, പവർഫുൾ, ഒരു ഹൈ എനർജിയിൽ. അപ്പോൾ അവരുമായിട്ട് എന്തെങ്കിലും രീതിയിലൊരു ടോക്കിങ്ങോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബൗണ്ടറി ഇട്ട് നിൽക്കണം. അതല്ലെങ്കിൽ വളരെയധികം നെഗറ്റീവാകുന്ന ചില സിറ്റുവേഷൻസിനെ അതിജീവിക്കേണ്ടി വരും. ഫാദർ മദർ എനർജിയുമായിട്ട് ഇന്ന് എന്തെങ്കിലും രീതിയിൽ ഒരു സംസാരത്തിലോ അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് ഇടപഴകേണ്ടി വരുന്നതുമായ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു എനർജിയിൽ ഒരു ബൗണ്ടറി തീർത്ത് തന്നെ നിൽക്കണം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസുകൾ, അവർക്കൊരു പെയിൻഫുൾ ആകുന്ന സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കരിയർ പരമാകുന്ന മേഖലകളിൽ നിങ്ങളെ ബാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഞാൻ വേറെ ജ്യോതിഷം പോലെ പറയുന്നതല്ല, നമുക്ക് കിട്ടിയ എനർജി പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം മതപരമാകുന്ന ചില കാര്യങ്ങളിൽ, അതുപോലെ ചില വ്യക്തികൾക്ക് വിവാഹം, അതായത് സിംഗിളായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു വിവാഹം പോലുള്ള കാര്യങ്ങൾ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു അഡ്വൈസ് തേടേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ലീഗൽ പരമായിട്ടൊരു പോസിറ്റീവ് എനർജി വരുന്നു എന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും വിധി നടപ്പിലാക്കപ്പെടുന്നുണ്ടെങ്കിൽ, ലീഗൽ പരമായിട്ട് ഒരു വിധി എന്തെങ്കിലും നിങ്ങൾക്ക് നേരെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവിടെ വരുന്നത്. ഒരിക്കലും വിഷമിക്കേണ്ട. വളരെ നല്ല രീതിയിലുള്ള ഒരു വിധി, നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു വിധി വന്നു ചേരുന്നു. കാരണം കാലം നിങ്ങൾക്ക് അനുകൂലമാണ്. കൺഫ്യൂഷൻ, മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണതയിലേക്ക് വരുന്നുണ്ട്. നിങ്ങളോട് മത്സരിക്കാനും ഫൈറ്റിംഗ് ചെയ്യാനും ആളുകൾ വരാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം. തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് തന്നെ മാറുക. സംസാരിക്കുന്നതിനും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോഴൊക്കെ ഇന്നത്തെ ദിവസം ഒരു ശാന്തതയോടുകൂടി തന്നെ പെരുമാറുക. ആ ഒരു എന്താ പറയുക, കോൺഫ്ലിക്റ്റിന് നിൽക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് മദർ ഫാദർ എനർജിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമുക്ക് ഇന്ന് ചില കാര്യങ്ങളെ നിങ്ങൾ വളരെയധികം മാനേജിങ് ചെയ്തുകൊണ്ട് പോയ ചില കാര്യങ്ങളിലെ ഓർത്ത്, നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്ത ചില കാര്യങ്ങളെ ഓർത്ത് ഒന്ന് സ്ട്രെസ് അനുഭവിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഇമോഷണലി ഒരു ബൗണ്ടറി ഇട്ട് സെൽഫ് എനർജി, സെൽഫ് ലവ് എനർജിക്ക് വേണ്ടി നിൽക്കുക. നിങ്ങളിലേക്ക് മാത്രം ഉൾവലിഞ്ഞ് നിൽക്കുക. നിങ്ങളിന്ന് വളരെയധികം കെയറിങ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നമുക്ക് യൂണിവേഴ്സ് നൽകിയത്.
അതുപോലെ നമ്മൾക്ക് മാലാഖ നൽകിയിരിക്കുന്നത്, അതായത് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ആണ് കേട്ടോ. എ ന്യൂ ഡോർ ഈസ് ഓപ്പണിംഗ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു പുതിയ ഡോർ ഓപ്പണിംഗ് ആവുന്നുണ്ട്. ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളെ തേടി വരുന്നുണ്ട്. ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നുണ്ട്. അത് ചൂസ് ചെയ്യുക, അത് ഉപയോഗ്യമാക്കി എടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരുന്ന ഓരോ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഇന്നലത്തെ തന്നെ എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഹോണസ്റ്റി, സത്യസന്ധത കൈവെടിയരുത്. നിങ്ങൾ എത്രത്തോളം സത്യസന്ധമായി സംസാരിക്കുന്നു, എത്രത്തോളം പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നു, അത്രത്തോളം നിങ്ങൾക്ക് വിജയം വന്നിരിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്ന് പുതിയൊരു ഡോർ ഓപ്പണിംഗ് ആകുന്നുകൊണ്ട് ഇന്നത്തെ ദിവസം സത്യസന്ധത വളരെയധികം കാത്തു സൂക്ഷിക്കുക. വളരെ ക്ഷമയോടുകൂടി നമ്മളെക്കാൾ ഉയർന്ന പ്രായമുള്ളവരോട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക. പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവ് എനർജി തരുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.